നമസ്കാരം. സംസ്ഥാനത്ത് കാലവർഷം ഏതാനും ദിവസങ്ങൾക്കകം എത്തുമെന്ന് പ്രവചനം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൂഴയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആനിവേഴ്സറി സ്പെഷ്യൽ ഓഫർ. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ പണിക്കൂലിയിലുള്ള ഡിസ്കൗണ്ടിന് പുറമെ ഒരു പവന് മാർക്കറ്റ് വിലയേക്കാൾ 240 രൂപ അധികം ലഭിക്കുന്നു. ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഡയമണ്ട് വിലയിൽ 30% ഡിസ്കൗണ്ട്. 18 ക്യാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25% ഡിസ്കൗണ്ട്. ഈ ഓഫർ മാർച്ച് 25 മുതൽ മെയ് 25 വരെ മാത്രം. മൂഴയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മൂഴയിൽ ഷോപ്പിംഗ് കോംപ്ലക്സ്, സുൽത്താൻ ബത്തേരി. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ് പുതുക്കി. അതിശക്തമായ മഴയ്ക്ക് സാധ്യത. വയനാട് ഉൾപ്പെടെ 6 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട്. 2-3 ദിവസത്തിനകം കേരളത്തിൽ കാലവർഷം പ്രതീക്ഷിക്കാമെന്ന് കാലാവസ്ഥാ വകുപ്പ്. മുത്തങ്ങയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരം പിടികൂടി. 3495 കിലോഗ്രാം പുകയില ഉൽപ്പന്നങ്ങളുമായി പിടികൂടിയത് വാളാട് സ്വദേശിയെ. പുകയില ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചിരുന്നത് ബിയർ വേസ്റ്റുകൾക്കിടയിൽ. വാഹനാപകടം. പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചത് മുൻ MLA പരേതനായ PPV മൂസയുടെ മകൻ. അപകടം സ്കൂട്ടറിൽ കാർ ഇടിച്ചതിനെ തുടർന്ന്. തുടർച്ചയായി പെയ്യുന്ന മഴ. പുഞ്ചകൃഷി കൊയ്തെടുക്കാനാകാതെ നെൽകർഷകൻ. മിക്ക കർഷകരുടെയും കൊയ്ത നെല്ല് മഴയെ തുടർന്ന് വയലിൽ കിടന്ന് നശിക്കുന്നു. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ് പുതുക്കി. ഇന്ന് 6 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ഉടനീളം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. നാളെ മുതൽ 26 വരെ വിവിധ ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇനി 2-3 ദിവസത്തിനുള്ളിൽ കേരളത്തിൽ കാലവർഷം പ്രതീക്ഷിക്കാം. ശരാശരിയേക്കാൾ അധികം മഴ ഇത്തവണ കേരളത്തിൽ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുകൂട്ടൽ. തെക്കൻ അറബിക്കടൽ, മാലിദ്വീപ്, കന്യാകുമാരി മേഖല, ആൻഡമാൻ കടൽ, ആൻഡമാൻ ദ്വീപ്, തെക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവയുടെ ശേഷിക്കുന്ന ഭാഗങ്ങളിൽ കാലവർഷം വ്യാപിച്ചു കഴിഞ്ഞു. ഇനി കുറഞ്ഞ ദിവസം കൊണ്ട് കേരളത്തിൽ കാലവർഷമെത്തും. കഴിഞ്ഞ വർഷം കേരളത്തിൽ ലഭിച്ച മൺസൂൺ മഴയുടെ അളവ് ശരാശരിയിലും കുറവായിരുന്നു. പതിവ് പോലെ മഴ കൂടുതൽ ലഭിച്ചത് വടക്കൻ ജില്ലകളിൽ ആയിരുന്നു. മഴ കൂടുതൽ പ്രതീക്ഷിച്ചിരുന്ന ഇടുക്കിയിലടക്കം ലഭിച്ചത് ശരാശരിയിലും കുറവ് മഴ. പൊതുവെ തെക്കൻ ജില്ലകളിൽ കാലവർഷക്കാലത്ത് മഴ കുറവായിരിക്കുമെന്നും കണക്കുകൾ പറയുന്നു. എന്നാൽ ഇത്തവണ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ കൂടുതൽ മഴയാണ് കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും രൂപപ്പെടുന്ന ന്യൂനമർദ്ദവും അതിന്റെ സഞ്ചാരവും കാലവർഷത്തെ കാര്യമായി സ്വാധീനിക്കുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക്, മലനാട് ന്യൂസ്. മിനി ലോറിയിൽ സംസ്ഥാനത്തേക്ക് കടത്തുകയായിരുന്ന 3495 കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ മുത്തങ്ങ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ പിടികൂടി. സംഭവത്തിൽ കഞ്ചാവ് കേസിൽ നേരത്തെ പ്രതിയായ മാനന്തവാടി വാളാട് നൊട്ടൻ AN സഫീർ പിടിയിലായി. ഇയാൾക്കെതിരെ കോപ്റ്റ ആക്ട് പ്രകാരം കേസെടുത്തു. ബിയർ വേസ്റ്റുകൾക്കിടയിലാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചിരുന്നത്. 15 കിലോഗ്രാം വരുന്ന 133 പ്ലാസ്റ്റിക് ചാക്കുകളിലും 30 കിലോഗ്രാം വരുന്ന 50 ചണച്ചാക്കുകളിലുമായാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരുന്നത്. പിടിച്ചെടുത്ത വാഹനവും പുകയില ഉൽപ്പന്നങ്ങളും പ്രതിയെയും സുൽത്താൻ ബത്തേരി പോലീസിന് കൈമാറി. എക്സൈസ് ഇൻസ്പെക്ടർ സൻഫീർ മുഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മാനന്തവാടി അമ്പുകുത്തി സഫ മൻസിലിൽ സബാഹാണ് മരിച്ചത്. മുൻ MLA പരേതനായ VPV മൂസയുടെയും പരേതയായ ജമീല കൊയ്ത്തുകണ്ടിയുടെയും മകനാണ്. ശനിയാഴ്ച രാത്രി കൽപ്പറ്റയിൽ വെച്ചായിരുന്നു അപകടം നടന്നത്. റോഡരികിൽ നിർത്തിയിട്ട സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്ത് ഇൻഡിക്കേറ്റർ ഇട്ട് റോഡിലേക്ക് ഇറക്കാൻ നോക്കുന്നതിനിടയിൽ കാർ വന്ന് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയാണ് മരണം സംഭവിച്ചത്. മേപ്പാടിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ കെട്ടിടങ്ങൾ ശുചീകരിക്കുന്ന തൊഴിലാളി കെട്ടിടത്തിൽ നിന്ന് വീണ് മരിച്ചു. തമിഴ്നാട് ശിവഗംഗ സ്വദേശി മുത്തുപാണ്ടിയാണ് മരിച്ചത്. 31 വയസ്സായിരുന്നു. കെട്ടിടങ്ങൾ ശുചീകരിക്കാനായി കരാർ ഏറ്റെടുത്ത കമ്പനിയിലെ തൊഴിലാളിയാണ് ഇദ്ദേഹം. ഇന്നലെ വൈകിട്ടായിരുന്നു ഈ സംഭവം നടന്നത്. മേപ്പാടി പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ നടത്തി പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം മൃതദേഹം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി.
തുടർച്ചയായി പെയ്യുന്ന മഴ പുഞ്ചകൃഷി കൊയ്തെടുക്കാനാകാതെ നെൽ കർഷകർ ദുരിതത്തിലായി. നൂൽപ്പുഴ പിലാക്കാവിലെ കർഷകരാണ് മഴയെ തുടർന്ന് നെല്ല് കൊയ്തെടുക്കാൻ കഴിയാതെ പ്രതിസന്ധി നേരിടുന്നത്. പല കർഷകരുടെയും കൊയ്ത നെല്ല് മഴയെ തുടർന്ന് വയലിൽ തന്നെ അവശേഷിക്കുകയാണ്. ദിവസങ്ങളായി തുടരുന്ന മഴയാണ് നെൽകർഷകർക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഇതേ തുടർന്ന് വിളവെടുക്കാൻ പാകമായ നെല്ല് കൊയ്തെടുക്കാൻ കർഷകർക്ക് കഴിയുന്നില്ല. അതിരൂക്ഷമായ വന്യമൃഗശല്യത്തെ പ്രതിരോധിച്ചാണ് കർഷകർ ഇത്തവണ പിലാക്കാവിൽ പുഞ്ചകൃഷി ഇറക്കിയത്. രാപ്പകൽ വ്യത്യാസമില്ലാതെ കാവലിരുന്നാണ് കൃഷി വന്യമൃഗങ്ങളിൽ നിന്നും സംരക്ഷിച്ചത്. എന്നാൽ മഴയാണിപ്പോൾ കർഷകർക്ക് തിരിച്ചടിയായിരിക്കുന്നത്. ബുദ്ധിമുട്ടായി, കൊയ്തിട്ടാരൊന്നും മാറിയിട്ടൊന്നുമില്ല, അങ്ങനെ കിടക്കുക. പന്നീൻ്റെ മാൻ്റെ ശല്യം തന്നെ ഉള്ളൂ, കിളികളും ഭയങ്കര ബുദ്ധിമുട്ടപ്പോൾ കൃഷി ഇറക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഫെൻസിങ് ഇട്ടിട്ട് ഫെൻസിങ് ചവിട്ടിപ്പൊളിച്ച് ആന ഒക്കെ പുറത്തിറങ്ങി. പാകമായ നെല്ല് മഴയെ തുടർന്ന് കൊയ്തെടുക്കാനാവുന്നില്ല. പല കർഷകരുടെയും കൊയ്തെടുത്ത നെല്ല് ഇപ്പോഴും വയലിൽ തന്നെ കിടക്കുകയാണ്. മഴയ്ക്ക് ശമനമുണ്ടായില്ലെങ്കിൽ ഇത്തവണത്തെ നെൽകൃഷി നശിക്കുമെന്നാണ് കർഷകർ പറയുന്നത്. മലനാട് ന്യൂസ്, ബത്തേരി. പുൽപ്പള്ളി കബനിഗിരിയിൽ പുലി ആക്രമിച്ച ആട് ചത്തു. കബനിഗിരി പനച്ചിമറ്റത്തിൽ ജോയിയുടെ 1 വയസ്സ് പ്രായമുള്ള ആടാണ് ചത്തത്. കഴിഞ്ഞ ദിവസം പുലിയുടെ ആക്രമണത്തിൽ ജോയിയുടെ 1.5 വയസ്സുള്ള മറ്റൊരാടും ചത്തിരുന്നു. പുലിയെ പിടികൂടുന്നതിനായി മേഖലയിൽ വനപാലകർ കൂട്, ക്യാമറ എന്നിവ സ്ഥാപിച്ചിട്ടുണ്ട്. കബനിഗിരിയിലും പരിസര പ്രദേശങ്ങളിലും പുലി ഭീതിയിലായിട്ട് ദിവസങ്ങൾ പിന്നിടുകയാണ്. കർണാടക വനത്തിൽ നിന്നിറങ്ങിയ പുലിയാണ് മേഖലയിൽ ഭീതി പരത്തുന്നതെന്നാണ് കരുതുന്നത്. ഏത് സമയവും ഇനിയും അടുത്ത അറ്റാക്ക് ഈ ജനം പേടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വലിയ ഭീതിയിൽ നിന്നും ഈ നാടിനെ രക്ഷിക്കണമെന്നുള്ളത് ഈ നാടിൻ്റെ മുഴുവനും നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്. അവരെന്നാണ് ഇനി ഒരു മനുഷ്യനെ കയറി പിടിക്കുന്നതോടം വരെ കാത്തു നിൽക്കാനൊന്നും ഇവിടുത്തെ ജനം ഉണ്ടാവില്ല. ഈ പുലിയുടെ ശല്യം ഭയങ്കര ശല്യമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ ഒരു നടപടികൾ നമ്മൾ കണ്ടെത്തിയില്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ പോലും പറ്റത്തില്ല. രാവിലെ 6 മണിക്ക് 4 മണി തൊട്ടുള്ള പശുക്കറവയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. കേൾക്കാനോ ഏകത്തി കറക്കാനൊക്കെ പേടിയാണ്. ഇപ്പോൾ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് തൊഴുത്ത് മൂടിക്കെട്ടണം, പശുവുള്ളതല്ലേ എന്നൊക്കെ എന്നോട് വിളിച്ച് പറഞ്ഞു സാറുമാർ. കബനിഗിരി ഭാഗത്ത് പുലിയെ കണ്ടു എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇന്നലെ നമ്മൾ സെർച്ച് നടത്തിയിരുന്നു. ഇന്നിപ്പോൾ സെർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പുലിയുടെ സാന്നിധ്യം നേരിട്ട് ഇതുവരെ നമ്മൾ അവിടെ സെർച്ച് നടത്തുമ്പോൾ കണ്ടിട്ടില്ല. എങ്കിൽ പോലും പുലിയുടെ സാന്നിധ്യം എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ച് വരുന്നുണ്ട്. നമ്മൾ ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചത്, ഇനിയും കൂടുതൽ ക്യാമറ ട്രാപ്പുകൾ ഇന്ന് സ്ഥാപിക്കുന്നുണ്ട്. പുലിയുടെ സാന്നിധ്യം തിരിച്ചറിയുന്നതിന് അനന്തര നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള എല്ലാ മാർഗങ്ങളും നമ്മൾ അവലംബിക്കുന്നുണ്ട്. ആടിനെ തെരുവ് നായ്ക്കൾ കടിച്ചു കൊന്നു. കാക്കവയൽ വെള്ളിത്തോട് പുളിക്കക്കൊടി സാഹിറയുടെ 2 വയസ്സ് പ്രായമുള്ള ഗർഭിണിയായ ആടിനെയാണ് കടിച്ചു കൊന്നത്. ഇതേ പ്രായത്തിലുള്ള ഗർഭിണിയായ മറ്റൊരാടിനെ പരിക്കേൽപ്പിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഇവരുടെ ഒരു ആട്ടിൻകുട്ടിയെയും പട്ടി കടിച്ചു കൊന്നിരുന്നു. ആട്, കോഴി തുടങ്ങിയവ വളർത്തിയാണ് കാക്കവയൽ പുലിക്കത്തൊടി സാഹിറയുടെയും കുടുംബത്തിന്റെയും ജീവിതം. താൻ അരുമകളായി വളർത്തിയ 5 ആടുകളിൽ 2 എണ്ണത്തിനെ കൊല്ലുകയും 1നെ പരിക്കേൽപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഏറെ ആശങ്കയിലാണ് ഈ വീട്ടമ്മ. നിറകണ്ണുകളുമായി അവർ ചോദിക്കുന്നു, ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ജീവിക്കാനുള്ള മാർഗത്തിന് വേണ്ടി അതിനെയൊക്കെ നോക്കുന്നത്, വേറൊന്നിനും വേണ്ടിയിട്ടല്ല. ജീവിക്കുന്ന മാർഗം നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യാന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു. കഴിഞ്ഞ ദിവസം കൂട് പൊളിച്ച് സാഹിറയുടെ 3 കോഴികളെയും പിടികൂടി ഭക്ഷിച്ച തെരുവ് നായ്ക്കൂട്ടം സ്ഥലത്തു തന്നെ തമ്പടിച്ചിരിക്കുന്നതായാണ് കുടുംബം പറയുന്നത്. കോഴികളെ പിടികൂടുമ്പോൾ ഓടിക്കാൻ ചെന്ന വീട്ടുകാരെ നായ്ക്കൾ ആക്രമിക്കാൻ മുതിർന്നതായും വീട്ടുകാർ പറയുന്നു. ഞാൻ പള്ളിയിൽ പോയ സമയത്ത് ഇവള് വീട്ടിൽ നിന്ന് ഇവിടെ തോട്ടത്തേക്ക് കൊടുന്ന് തീറ്റ തിന്നാൻ വേണ്ടി കെട്ടിയതാ. അങ്ങനെ ഇവള് മാറ്റി കെട്ടാൻ വേണ്ടി വന്ന സമയത്ത് 5-8 പെട്ടികൾ വന്നിട്ട് ആടിനെ കടിക്കുന്നത് ഇവള് കണ്ടു. അതിൽ ഓടിച്ചപ്പോൾ ഓളെ നേരത്തെ തന്നെ തിരിഞ്ഞു. അതിൽ 1നെ കടിച്ചു കൊന്നു. ഒരാട് ചാവാനായി കൂട്ടി കിടക്കുക. ഇന്നലെ രാവിലെ വന്നിട്ട് കൂട്ടിലുള്ള കോഴിനെ പിടിച്ചു പോയി. അത് 1-2 തന്നെ പിടിച്ചതിൽ ഒന്നിനെയും കൊണ്ടുപോയി. ബാക്കി 3 കൊണ്ടുപോയി. ഇപ്പൊ ഇതിന്റെ മുന്നേ കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ വന്നിട്ട് മാനിനെ ഓടിച്ചൊക്കെ കൂടി അതിനെ പിടിച്ചു പോയിരുന്നു. പിന്നെ ആരോടും പറയാൻ ഞങ്ങൾ പോയില്ല. പിന്നെ അതിന്റെ പുറകെ പോകാനാവില്ല എന്നും പറഞ്ഞിട്ട് ഇപ്പൊ ഭയങ്കര ശല്യം. സ്കൂൾ തുറക്കേണ്ട സമയം ഈ കുട്ടികൾക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥ. ഇപ്പൊ ഈ കോളനിയിലുള്ള പട്ടികളാണ് 5 ഒന്നിച്ച് വന്നിട്ടാണ് ഇതിന്റെ ഈ പരിപാടി നടത്തുന്നത്. രാത്രിയും പകലുമെല്ലാം സ്വൈര്യമായി വിഹരിക്കുകയാണ് ഇവിടെ തെരുവു നായകൾ. മദ്രസയിലേക്ക് രാവിലെ പോകുന്ന കുട്ടികളും രാത്രി വൈകി എത്തുന്നവരുമെല്ലാം ഏറെ ഭീതിയിലാണ് ഇതുവഴി ഇപ്പോൾ നടന്നു പോകുന്നത്. പകൽ പോലും പുറത്തിറങ്ങാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും അടിയന്തരമായി സുരക്ഷയൊരുക്കണമെന്നും നാട്ടുകാർ പറയുന്നു. മലനാട് ന്യൂസ്, മീനങ്ങാടി. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം.
Bobby Chamanur International Jewelers. Something never seen before. നിങ്ങളും അത് തന്നെയല്ലേ ആഗ്രഹിക്കുക? സ്പെഷ്യൽ മൊമെന്റ്സിന് വേണ്ടി ജ്വല്ലറി തിരഞ്ഞെടുക്കുമ്പോൾ നെവർ സീൻ ബിഫോർ ഡിസൈൻസ്, നിങ്ങളുടെ സ്നേഹത്തോളം പ്യൂർ ആൻഡ് പ്രഷ്യസ്, ഹൃദയം തൊട്ടറിഞ്ഞുള്ള സർവീസ്. കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും വേഴ്സറ്റൈൽ. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, the versatile jewelry. പല വേഗത്തിൽ അടിപൊളി തുടിമേളത്തിൽ ഒന്നാഘോഷിക്കാൻ പോകുന്നു. ഉല്ലാസം വാനോളം. വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക്, പറശ്ശിനിക്കടവ്, കണ്ണൂർ. വാർത്തകളിലേക്ക്. വിദ്യാഭ്യാസ മേഖലയെ സംസ്ഥാന സർക്കാർ താളം തെറ്റിയ അവസ്ഥയിലാക്കിയെന്ന് MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ്. കൽപ്പറ്റയിൽ MSF ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നൂറുകണക്കിന് വിദ്യാർത്ഥികളെ അണിനിരത്തിക്കൊണ്ടുള്ള റാലിയോടെയായിരുന്നു MSF ജില്ലാ സമ്മേളനത്തിന് തുടക്കമായത്. ലളിത് മഹൽ ഓഡിറ്റോറിയത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച റാലിയിൽ മുനിസിപ്പൽ പഞ്ചായത്ത് ബാനറുകൾക്ക് കീഴിൽ പ്രവർത്തകർ അണിനിരന്നു. ഫലസ്തീന് ഐക്യദാർഢ്യമർപ്പിച്ച് ഷോൾ അണിഞ്ഞുകൊണ്ടാണ് പ്രവർത്തകർ റാലിയിൽ പങ്കെടുത്തത്. തുടർന്ന് ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ നടന്ന ജില്ലാ സമ്മേളനം MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് ഉദ്ഘാടനം ചെയ്തു. നോക്കൂ, നിങ്ങൾ കേരളത്തിൽ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം ഇന്നത്തെ +1 +2 അത് സൗജന്യമാക്കണം തീരുമാനിക്കുമ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീമൻ AK ആന്റണിയുടെ മുൻപിലേക്ക് MSFന്റെ അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് ഒരു കത്തുമായി പോവുകയാണ്. എന്നിട്ട് പറയാൻ ഞങ്ങൾക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്. അന്നത്തെ മുഖ്യമന്ത്രി ശ്രീമൻ AK ആന്റണിയാണ്. AK ആന്റണി മുമ്പിലേക്ക് ഒരു കത്തുമായി ചെല്ലുന്ന MSFന്റെ പ്രസിഡന്റ്, അദ്ദേഹത്തിന്റെ പേര് അഡ്വക്കേറ്റ് ഹബീബ് റഹ്മാൻ എന്നാണ്. അഡ്വക്കേറ്റ് ഹബീബ് റഹ്മാൻ എന്ന് പറയുന്ന MSFന്റെ പ്രസിഡന്റ് AK ആന്റണിയെ കണ്ടിട്ട് നിവേദനം കൊടുക്കുമ്പോ അദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട്: 1 മുതൽ 10 വരെ എന്റെ നേതാവ് CH മുഹമ്മദ് കോയയാണ് സൗജന്യമാക്കിയത്. പ്രിയപ്പെട്ട CM, ഞങ്ങളുടെ കത്തിൽ ഞങ്ങളൊരു കാര്യം പറയുകയാണ്. എന്താണ് കാര്യം? +1 +2 അന്നത്തെ പ്രീ ഡിഗ്രി അത് സൗജന്യമാക്കണം. കേരള PFന്റെ ചരിത്രത്തിൽ ആദ്യമായി +1 +2 പ്രീ ഡിഗ്രിയെ സൗജന്യമാക്കണമെന്ന് ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടന പറഞ്ഞുവെങ്കിൽ നിശ്ചയം നിങ്ങൾക്ക് പറയാം, നിങ്ങൾ തോളിലെത്തിയ കൊടി അത് MSF ആണ്. കേരളത്തിൽ ആദ്യമായി MSF ജനറൽ സെക്രട്ടറി CK നജാഫ്, വൈസ് പ്രസിഡന്റ് അനസ് എതിർത്തോട് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ജില്ലാ പ്രസിഡന്റ് റിൻഷാദ്, ജനറൽ സെക്രട്ടറി ഫായിസ് തലക്കൽ, മുസ്ലിം ലീഗ്, യൂത്ത് ലീഗ് നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. മലനാട് ന്യൂസ്, കൽപ്പറ്റ. +2 പരീക്ഷയിൽ 1200-ൽ 1200 മാർക്കും നേടി ജോയ്സ് മരിയ ബിനോജ് ജില്ലയിൽ ഒന്നാമതായി. നേട്ടത്തിന് പിന്നിൽ അധ്യാപകരും മാതാപിതാക്കളുമെന്ന് ജോയ്സ് മരിയ പറഞ്ഞു. അടുത്ത ലക്ഷ്യം B.Tech ആണെന്ന് ഈ മിടുക്കി പറയുന്നു. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ജോയ്സ് മരിയ ബിനോജിന് മിന്നും ജയം. കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിൽ 1200-ൽ 1200 മാർക്കും ഈ മിടുക്ക് നേടി വയനാട്ടിൽ ഒന്നാമതെത്തി. പുൽപ്പള്ളി വിജയ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയാണ്. പുൽപ്പള്ളി മീനംകൊല്ലി പുന്നേലിക്കുന്നേൽ ബിനോജ് P. ജോസിന്റെയും സ്മിതയുടെയും മകളാണ്. ബിനോജ് പയ്യമ്പള്ളി സെന്റ് കാതറിൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും സ്മിത നടവേൽ സെന്റ് തോമസ് ഹൈസ്കൂൾ അധ്യാപികയുമാണ്. സഹോദരി ജ്യോതിക് തെരേസ് 4ാം ക്ലാസ് വിദ്യാർത്ഥി. 10ാം ക്ലാസ്സിൽ പഠിച്ചത് പുൽപ്പള്ളി സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ്. 10ാം ക്ലാസ്സിൽ ഫുൾ A+ കൈവരിച്ചിരുന്നു. സന്തോഷമുണ്ട്. എന്നെ പര്യാപ്തരാക്കിയ എൻ്റെ എല്ലാ അധ്യാപകർക്കും, എൻ്റെ അച്ഛനും അമ്മയ്ക്കും അനിയത്തിക്കും എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. എനിക്കൊരു B.Techന് പോകാനാണ് ആഗ്രഹം. മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥിനിയെ വയനാട് സിറ്റി ക്ലബ് ആദരിച്ചു. പുൽപ്പള്ളി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ MK രാജീവ് കുമാർ ഉപഹാരം സമ്മാനിച്ചു. CD ബാബു, മലനാട് ന്യൂസ്, പുൽപ്പള്ളി. മാനന്തവാടി നഗരത്തിൽ തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചതിൽ ക്രമക്കേട് ആരോപിച്ച് നഗരസഭാ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. എന്നാൽ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമെന്നാണ് ഭരണപക്ഷം പറയുന്നത്. മാനന്തവാടി നഗരത്തിൽ തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചതിൽ വ്യാപക ക്രമക്കേടുകൾ വന്നിട്ടുണ്ടെന്ന ആരോപണത്തെ തുടർന്ന് ഇന്ന് നടന്ന നഗരസഭാ കൌൺസിൽ യോഗത്തിൽ വലിയ വാഗ്വാദമാണ് UDF ഭരണസമിതിയും LDFന്റെ പ്രതിപക്ഷാംഗങ്ങളും തമ്മിൽ നടന്നത്. നഗരസഭ 2024-25 സാമ്പത്തിക വർഷത്തിൽ ബഹുവർഷ പദ്ധതിയായി 75 ലക്ഷം രൂപയാണ് നഗരത്തിൽ തെരുവ് വിളക്കുകൾ സ്ഥാപിക്കാനായി മാറ്റിവെച്ചത്. മൈസൂർ റോഡിലും പോസ്റ്റ് ഓഫീസ് റോഡിലും 30ഓളം വിളക്കുകൾ സ്ഥാപിച്ചിട്ട് ദിവസങ്ങൾ പിന്നിട്ടെങ്കിലും വിളക്കുകൾ തെളിയാത്തതിൽ പ്രതിഷേധമുയർന്നിരുന്നു.
നഗരസഭയിൽ സ്ട്രീറ്റ് ലൈറ്റ് വാങ്ങിയതിലും ഇപ്പോൾ സ്ഥാപിച്ചത് 2.5 മാസത്തോളമായിട്ട് ടൗണിലെ ലൈറ്റ് വിളക്കുകളിൽ കത്താത്തതിലും പ്രതിഷേധിച്ച് LDF പരാതി നൽകിയിരുന്നു. ഈ പരാതി അജണ്ടയായിട്ട് വന്നപ്പോൾ കൃത്യമായിട്ട് അതിന് മറുപടി പറയണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. 19 ലക്ഷം രൂപയോളം കഴിഞ്ഞ സാമ്പത്തിക വർഷം ഈ ലൈറ്റുകൾ കത്തിക്കാതെയും അതേപോലെ വാങ്ങിക്കൂട്ടി വാർഡുകളിലേക്ക് കൊടുക്കേണ്ട ലൈറ്റുകൾ ഡംപ് ചെയ്തും ഒരു ക്വാളിറ്റി പരിശോധനയോ പ്രൊക്യൂർമെന്റ് കമ്മിറ്റിയുടെ തീരുമാനം ഒന്നുമില്ലാതെ യഥേഷ്ടം കോൺട്രാക്ടറെ സഹായിക്കുന്നതിന് വേണ്ടി പക്ക അഴിമതി നടത്തിക്കൊണ്ടാണ് ഭരണസമിതി UDFന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഇവിടെ ഈ വിളക്കുകൾ വാങ്ങിക്കൂട്ടുകയും ടൗണിൽ വിളക്കുകാലികൾ സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നത്. തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുന്നതിനുള്ള കാലുകൾ കുഴിച്ചിടുന്നതിനും ഭൂഗർഭ കേബിളുകൾ സ്ഥാപിക്കുന്നതിനും പൊതുജന സുരക്ഷ മുൻനിർത്തി KECB കർശന നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും തന്നെ നഗരത്തിൽ പാലിച്ചിട്ടില്ലെന്ന ആരോപണമുണ്ട്. 30,000-ഓളം മാത്രം ചെലവ് വരുന്ന തൂണുകൾക്ക് 70,000 രൂപ ചെലവഴിച്ചതായും ആരോപണം ഉയരുന്നുണ്ട്. കോൺട്രാക്ടറെ സഹായിക്കുന്നതിന് സാമ്പത്തിക അഴിമതി നടത്തിയിട്ടുണ്ടെന്നും പ്രതിപക്ഷം ആരോപിച്ചു. എന്നാൽ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. മുനിസിപ്പാലിറ്റി നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷമായി മാനന്തവാടി മുനിസിപ്പാലിറ്റി 36 ദിവസങ്ങളിലും ഹൈമാസ് റൊമാറ്റിക് ലൈറ്റ് ഇട്ടിരിക്കുകയാണ്. എല്ലാ വാർഡുകളിലും 60ഓളം ലൈറ്റുകൾ സ്ഥാപിച്ചു. ഈ മഴക്കാലമായി ഇടിമിന്നലിലെ കുറച്ച് ലൈറ്റുകൾ കേടായി എന്നും പറഞ്ഞുകൊണ്ടാണ് ഇടതുപക്ഷം ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയത്. അവർ കഴിഞ്ഞ 5 വർഷം അവരാണ് ഭരിച്ചതെന്നുള്ള അല്പം ചിന്തയുണ്ടെങ്കിൽ ഇടതുപക്ഷം ഇത്ര തോന്നിയാത്ര കാണിക്കില്ലായിരുന്നു. അവരൊരു ഡിവിഷനിലേക്ക് 4-5 ലൈറ്റുകൾ സാഹചര്യത്തിൽ എല്ലാ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായ ഈ മാനന്തവാടി മുനിസിപ്പാലിറ്റിയുടെ മലയോര മേഖലയിൽ ആവശ്യത്തിന് വെളിച്ചവും ലൈറ്റും എല്ലാം കൊടുത്തിരിക്കുകയാണ്. മലനാട് ന്യൂസ്, മാനന്തവാടി. നഷ്ടക്കണക്കുകൾക്കിടയിലും ഇഞ്ചി കൃഷി ഇറക്കി മാനന്തവാടി മേഖലയിലെ കർഷകർ. ചെറുതും വലുതുമായ വിവിധ കൃഷിയിടങ്ങൾ പ്രയോജനപ്പെടുത്തിയാണ് കർഷകർ ഇഞ്ചി കൃഷിയിൽ വ്യാപൃതരായിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇഞ്ചി കൃഷി ഇറക്കിയ കർഷകർക്കെല്ലാം ഇത്തവണ നഷ്ടക്കണക്കുകളാണ് പറയാനുണ്ടായിരുന്നത്. ലാഭം പ്രതീക്ഷിച്ച് ജില്ലയ്ക്കകത്തും പുറത്തും കൃഷിയിറക്കിയ കർഷകർക്കെല്ലാം ഇത്തവണ പ്രതീക്ഷിച്ച വില ലഭിച്ചില്ല. എങ്കിലും മനസ്സുമടുക്കാതെ കരുത്താർജിച്ച് വീണ്ടും കൃഷിയിടത്തിലേക്ക് ഇറങ്ങുകയാണ് ഇഞ്ചി കർഷകർ. മാനന്തവാടിയിലെയും പരിസരങ്ങളിലെയും ചെറുതും വലുതുമായ കൃഷിയിടങ്ങളിൽ പലതിലും ഇഞ്ചി കൃഷി ഇറക്കി കഴിഞ്ഞു. കഴിഞ്ഞ 1 മാസമായി ഇഞ്ചിയുടെ നടീൽ കാലമാണ്. മഴ കനക്കുന്നതിന് മുൻപേ നട്ടുതീർക്കാനുള്ള തിരക്കിലാണ് കർഷകർ. മറ്റു ചിലർ നടീലിൻ്റെ അവസാന ഘട്ടത്തിലുമാണ്. വേനൽ മഴ ലഭിച്ചതിനെ തുടർന്ന് 1 മാസം മുമ്പേ കൃഷിയിടങ്ങൾ ഒരുക്കിയിരുന്നു. അപ്പോൾ അങ്ങനത്തെ വലിയൊരു കഷ്ടതയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഇനി എങ്ങനെയാണ് ഇതിനൊരു പ്രതീക്ഷ, ഇനി മുന്നോട്ട് എപ്പോഴാണ് വില വരിക ഒന്നും അറിയത്തില്ല. കാരണം ഇന്ത്യയുടെ തന്നെ പല ഭാഗങ്ങളിലും നല്ലോണം കൃഷിയുണ്ടെന്ന് പറയപ്പെടുന്നു. നമുക്ക് UFPA പോലെയുള്ള നല്ല സംഘടനകളുണ്ട് അവിടെ. അവർ നമുക്ക് ഒരുപാട് വിത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ സാമഗ്രികൾ, നമ്മുടെ മരുന്ന്, വളം, അങ്ങനത്തെ കാര്യത്തിലൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. അംഗങ്ങളായി ഉള്ളവർക്ക് ഒരുപാട് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ വിലയില്ലായ്മ ഒരു പ്രശ്നമായിട്ട് ഞങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി എന്ത് ചെയ്യണം എന്നുള്ള രീതിയിലാണ്, എങ്ങനെ മുന്നോട്ട് പോകും എന്നതൊരു വലിയ പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇടത്തരക്കാരായ ചെറിയ കൃഷിക്കാർ, അവർക്കൊന്നും തിരിച്ചിങ്ങോട്ട് വരാനും പറ്റാത്ത, വീട്ടിലേക്ക് തിരിച്ചു വരാനും പറ്റാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത്. മുൻപ് കുടക്, ഷിമോഗ, ഹസൻ തുടങ്ങിയ പ്രദേശങ്ങളിൽ ജില്ലയിലെ കർഷകർ വലിയ തോതിൽ കൃഷി ഇറക്കിയിരുന്നു. 7.5 ലക്ഷത്തോളം രൂപയാണ് ഒരേക്കറിൽ കൃഷി ഇറക്കുന്നതിൻ്റെ ചിലവ്. വിളവെടുത്തപ്പോൾ പലർക്കും നഷ്ടമേറെയുമുണ്ടായി. തദ്ദേശീയരായ ആളുകളും വ്യാപകമായി കൃഷി തുടങ്ങിയതും കൂലിച്ചെലവ് വർദ്ധിച്ചതുമെല്ലാം ജില്ലയ്ക്കകത്ത് ഇഞ്ചി കൃഷി മുൻ വർഷത്തേക്കാളിലധികം വർദ്ധിക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. മലനാട് ന്യൂസ്, മാനന്തവാടി. ഒരിടവേള കൂടി. മൂഴയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആനിവേഴ്സറി സ്പെഷ്യൽ ഓഫർ. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ പണിക്കൂലിയിലുള്ള ഡിസ്കൗണ്ടിന് പുറമെ 1 പവന് മാർക്കറ്റ് വിലയേക്കാൾ 240 രൂപ അധികം ലഭിക്കുന്നു. ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഡയമണ്ട് വിലയിൽ 30% ഡിസ്കൗണ്ട്. 18 ക്യാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25% ഡിസ്കൗണ്ട്. ഈ ഓഫർ മാർച്ച് 25 മുതൽ മെയ് 25 വരെ മാത്രം. മൂഴയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മൂഴയിൽ ഷോപ്പിംഗ് കോംപ്ലക്സ്, സുൽത്താൻ ബത്തേരി. വാർത്തകളിലേക്ക്. ഡോക്ടറുടെ സേവനം കൃത്യമായി ലഭിക്കാത്തതിനാൽ ചുള്ളിയോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം താളം തെറ്റി. OP ഉള്ള ദിവസങ്ങളിൽ ഡോക്ടർ ഇല്ലാതെ വരുന്നതോടെ രോഗികൾ നിരാശരായി മടങ്ങുന്ന അവസ്ഥയാണ്. 10 ആദിവാസി ഉന്നതിയിൽ നിന്നുൾപ്പെടെയുള്ളവരാണ് ഈ ആതുരാലയത്തിൽ ചികിത്സയ്ക്ക് എത്തുന്നത്.
ദിവസവും 150 മുതൽ 200 പേർ വരെ ചികിത്സ തേടിയെത്തുന്ന ചുള്ളിയോട് കുടുംബാരോഗ്യ കേന്ദ്രം. OP സൗകര്യമുള്ളത് തിങ്കൾ, ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ. ആകെയുള്ളത് ഒരു ഡോക്ടർ. മെഡിക്കൽ ക്യാമ്പിനായി വ്യാഴാഴ്ചകളിൽ ഡോക്ടർ ഫീൽഡിലേക്ക് പോകും. അതോടെ OP 2 ദിവസമായി ചുരുങ്ങും. കഴിഞ്ഞ 2 വ്യാഴാഴ്ചകളിലും ചികിത്സയ്ക്കെത്തിയവർ നിരാശരായി മടങ്ങേണ്ടി വന്നു. ആഴ്ചയ്ക്ക് 3 ദിവസമാണ് ഡോക്ടർ വന്നുകൊണ്ടിരുന്നത്. അതിപ്പോൾ 2 ദിവസം ആയി മാറ്റി. പിന്നെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ പറഞ്ഞത് ക്യാമ്പിന് പോയി എന്നുള്ളൊരു ഓമനപ്പേരാണ് പറയണത്. കാരണം വേറെ സ്ഥലത്തേക്ക് ഡോക്ടർക്ക് ഡ്യൂട്ടി കൊടുക്കുകയാണ്. അപ്പോൾ അവർക്ക് പോകാതിരിക്കാൻ പറ്റില്ല. കേരളത്തിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ട്രൈബൽ ഏരിയ ആണ് ഈ ചുള്ളിയോട്. ഒരു 10-11 കോളനികൾ, ഉന്നതികൾ ഇവിടെ ഉണ്ട്. ഇവിടെ ഉള്ള രോഗികളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരിവാൾ രോഗികളുണ്ട്, ക്ഷയരോഗികളുണ്ട്, ക്യാൻസർ രോഗികളുണ്ട്, ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്, BP, ഷുഗർ, മറ്റേ ഹാർട്ടിൻ്റെ, ഇങ്ങനെ പലവിധ രോഗികൾ ഈ ആശുപത്രിനെ ആശ്രയിച്ച് മരുന്ന് മേടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. 10 ആദിവാസി ഉന്നതികളിൽ നിന്നുള്ളവരും സാധാരണക്കാരും അതിർത്തിക്കപ്പുറത്ത് നിന്നുള്ളവരും ആശ്രയിക്കുന്ന ആശുപത്രിയാണിത്. ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ 6 കിലോമീറ്റർ അപ്പുറം അമ്പലവയലിലോ 8 കിലോമീറ്റർ അപ്പുറം ബത്തേരിയിലോ പോകണം. ഇത് വലിയ ചിലവാണ്. പലവിധ രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന മഴക്കാലം വരുമ്പോൾ ചുള്ളിയോട് നിവാസികളുടെ നെഞ്ചിടിപ്പേറുകയാണ്. ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിക്കുകയും ചികിത്സ മുടങ്ങാതിരിക്കാൻ നടപടിയെടുക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം. ഷാൻ ജോസഫ്, മലനാട് ന്യൂസ്, അമ്പലവയൽ. മധ്യവേനലവധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കളികളിൽ മുഴുകി കുട്ടികൾ. മരശിഖരങ്ങളിൽ ഊഞ്ഞാലാടിയും പുൽമേടുകൾ കളിക്കളങ്ങളാക്കിയുമാണ് കുട്ടികളുടെ അവധിക്കാല ആഘോഷം. അവധിക്കാലം ആഘോഷിക്കാൻ ഈ കുരുന്നുകൾക്ക് മൊബൈൽ ഫോണും ടിവിയും ഒന്നും വേണ്ട. പ്രകൃതി രമണീയമായ ജന്മനാട്ടിലെ മരങ്ങളും പുൽമേടുകളുമാണ് ഇവരുടെ കളിസ്ഥലങ്ങൾ. കൂട്ടുകാരുമൊത്ത് രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങുന്ന ഈ കുട്ടിക്കൂട്ടങ്ങൾ മരങ്ങളുടെ മുകളിലും പുൽമേടുകളിലും തിമിർത്താടുകയാണ്. മരശിഖരങ്ങളിൽ ഊഞ്ഞാലാടിയും പുൽമേടുകളിൽ ഫുട്ബോൾ മൈതാനമാക്കിയുമാണ് ഇവരുടെ അവധിക്കാല കളികൾ പുരോഗമിക്കുന്നത്. നഗരങ്ങളിൽ കാണാത്ത ഇത്തരം കാഴ്ചകൾ കാണാൻ ഗ്രാമങ്ങളിൽ തന്നെ എത്തണം. മലനാട് ന്യൂസ്, ബത്തേരി. വശ്യസുന്ദരമായ വയനാടിൻ്റെ പ്രകൃതി ഭംഗിയും ചരിത്രവിശേഷങ്ങളും കോർത്തിണക്കിയ ഒരു ഗാനത്തിൻ്റെ വിശേഷങ്ങളാണ് എൻ്റെ നാട് വയനാട് എന്ന സംഗീത ആൽബം. സാന്ദ്രലയ ക്രിയേഷൻസിന് വേണ്ടി മനോഹരമായ ഈ ഗാനത്തിൻ്റെ വരികൾ രചിച്ചിരിക്കുന്നത് വയനാട് അമ്പലവയൽ നിവാസിയും കവിയും സാഹിത്യകാരനുമായ ബെന്നി പുളിന്താനം തറപ്പേലാണ്. വയൽനാട് വയനാട് വനനാട് വയനാട്. മനോഹരമായ ഈ ഗാനത്തിന്റെ ഈരടികൾക്ക് ഇമ്പമാർന്ന ഈണം പകർന്നിരിക്കുന്നതും മനോഹരമായി ആലപിച്ചിരിക്കുന്നതും വയനാട് അമ്പലവയൽ സ്വദേശിയും ഇപ്പോൾ സ്വിറ്റ്സർലാൻഡിൽ സ്ഥിരതാമസക്കാരനായിരിക്കുന്ന തോമസ് മുക്കോന്തറയിലാണ്. ചന്തുവും പടനയിച്ച നാടാണേ പഴശ്ശിയും, ചന്തുവും പടനയിച്ച നാടാണേ കരിന്തണ്ടൻ നാടാണേ, ഇതു കരിന്തണ്ടൻ നാടാണേ. റിലീസിന് തയ്യാറെടുക്കുന്ന ഈ സംഗീതാൽബത്തിന്റെ പ്രോഗ്രാമിംഗും മിക്സിംഗും നടത്തിയിരിക്കുന്നത് ഷിജോ മീഡിയ ആണ്. കോടമഞ്ഞിൻ കുളിര് കോരും വയനാട്, കാടുപൂക്കും മാമലതൻ വയനാട്, കോടമഞ്ഞിൻ കുളിര് കോരും വയനാട്, കാടുപൂക്കും മാമലതൻ വയനാട്. പ്രവാസികളായ വയനാട്ടുകാർക്ക് ഗൃഹാതുരത്വത്തിന്റെ മധുരസ്മരണകൾ സമ്മാനിക്കുന്ന ഈ സംഗീതാൽബത്തിന് എല്ലാവിധ ഭാവുകങ്ങളും ആശംസിക്കുന്നു. മലനാട് ന്യൂസ്, അമ്പലവയൽ. കേരള കർണാടക സംസ്ഥാന അതിർത്തിയായ ബാവലിയിലെ കൂറ്റൻ ആൽമരം കാഴ്ചക്കാർക്ക് എന്നും വിസ്മയ കാഴ്ചയാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ആൽമരം ഈ വഴി കടന്നുപോകുന്നവരുടെ എല്ലാം ശ്രദ്ധാകേന്ദ്രമാണ്. ബാവലിയിലെ ഈ ആൽമരത്തിന് ഏകദേശം 30 അടിയോളം വണ്ണമുണ്ട്. പടർന്ന് പന്തലിച്ചു നിൽക്കുകയാണ് ഈ മരമുത്തശ്ശി.
നൂറ്റാണ്ടുകളുടെ പഴക്കമാണ് ഇതിന് കണക്കാക്കുന്നത്. എല്ലാ വർഷവും ഈ മരമുത്തശ്ശിയെ വനംവകുപ്പ് ആദരിക്കാറുമുണ്ട്. ഇത് ഫോറസ്റ്റുകാർ ഇതിന് മുഖമുത്തശ്ശിന പേരിട്ടുള്ളത്. അപ്പോൾ ഇത് വർഷത്തിലൊരിക്കൽ ആചരിക്കുന്നുണ്ട്. അവർ ചുവന്ന പട്ടൊക്കെ ചുറ്റി കുറേ മന്ത്രിമാരും MLA-മാരെല്ലാം വന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്ന് അങ്ങനെ ആചരിക്കുന്നവന്മാരാണ്. മുഖമുത്തശ്ശി തന്നെയാണ്. നമ്മൾ ഇതിലൊരു പ്രായം പറയാൻ പറ്റില്ല. സുമാർ പറയുന്നത് 550 കൊല്ലത്തോളം പറയുന്നുണ്ട്. മരത്തിൻ്റെ സംരക്ഷണത്തിനായി തറയും മറ്റും നിർമ്മിച്ചിട്ടുണ്ട്. ടിപ്പു സുൽത്താൻ്റെ പടയോട്ടവുമായി ബാവലിക്ക് ബന്ധമുണ്ട്. ടിപ്പുവാണ് ഘോരവനങ്ങൾ കടന്ന് വയനാട്ടിലേക്ക് ഇതുവഴി സഞ്ചാരപാത തുറന്നത്. മരത്തിൻ്റെ ചുറ്റുവട്ട പ്രദേശങ്ങളിൽ സദാസമയവും കുളിർമയാണ്. ബാവലിയിലെ ചരിത്രപ്രസിദ്ധമായ പാലത്തിനോട് ചേർന്നാണ് ഈ മരവും നിലകൊള്ളുന്നത്. ഭീമാകാരനായ ഈ മരം യാത്രക്കാരെയെല്ലാം ആകർഷിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ പലത് കഴിഞ്ഞു. ഇതുവരെ മരത്തിൻ്റെ ശിഖരങ്ങളും മറ്റും റോഡിലേക്ക് പൊട്ടി വീണിട്ടില്ലെന്നും ഇവിടെയുള്ളവർ പറയുന്നു. CD ബാബു, മലനാട് ന്യൂസ്, പുൽപ്പള്ളി. കമ്പോള നിലവാരം. കാപ്പിപ്പരിപ്പ് കിലോയ്ക്ക് 415, ഉണ്ടക്കാപ്പി കിലോ 236, കുരുമുളക് വയനാടൻ 670, കുരുമുളക് ചേട്ടൻ 660, നേന്ത്രക്കായ കിലോ 30, ഇഞ്ചി ചാക്കിന് 1300, ചേന ചാക്കിന് 3000, റബ്ബർ കിലോ 183, സ്വർണം പവന് 71,520 രൂപ, വെള്ളി ഗ്രാമിന് 111 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ് പുതുക്കി. അതിശക്തമായ മഴയ്ക്ക് സാധ്യത. വയനാട് ഉൾപ്പെടെ 6 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട്. 2-3 ദിവസത്തിനകം കേരളത്തിൽ കാലവർഷം പ്രതീക്ഷിക്കാമെന്ന് കാലാവസ്ഥാ വകുപ്പ്. മുത്തങ്ങയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരം പിടികൂടി. 3495 കിലോഗ്രാം പുകയില ഉൽപ്പന്നങ്ങളുമായി പിടികൂടിയത് വാളാട് സ്വദേശിയെ. പുകയില ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചിരുന്നത് ബിയർ വേസ്റ്റുകൾക്കിടയിൽ. വാഹനാപകടം. പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മരിച്ചത് മുൻ MLA പരേതനായ PPV മൂസയുടെ മകൻ. അപകടം സ്കൂട്ടറിൽ കാർ ഇടിച്ചതിനെ തുടർന്ന്. തുടർച്ചയായി പെയ്യുന്ന മഴ. പുഞ്ചകൃഷി കൊയ്തെടുക്കാനാകാതെ നെൽകർഷകൻ. മിക്ക കർഷകരുടെയും കൊയ്ത നെല്ല് മഴയെ തുടർന്ന് വയലിൽ കിടന്ന് നശിക്കുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഇനി ന്യൂസ് വേവ്സിൽ വിഭ റോയ് ചേരും. നമസ്കാരം.